ജോ വാ, പള്ളി പോകാം, സമയായി. ഞാൻ ഷിബ ആന്റണി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് KY. ഞങ്ങൾ വയനാട്ടിലെ അമ്പലവയൽ എന്ന സ്ഥലത്ത് നിന്നുള്ളവരാണ്. ഞങ്ങളുടെ ഇടവക അമ്പലവയൽ തിരുഹൃദയ ദേവാലയം ആണ്. എല്ലാ ദിവസവും ഞങ്ങളുടെ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതായിട്ടാണ് ഞങ്ങളുടെ ദിനചര്യകൾ ആരംഭിക്കുക. അതിനായിട്ട് ഇപ്പം ഞങ്ങൾ ദേവാലയത്തിലേക്കായിട്ട് വന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ജീവിതം ആരംഭിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നാണ്. രാവിലെ ഞാനും ഭാര്യയും മക്കളുണ്ടെങ്കിൽ അവരും കൂടെ കുടുംബസമേതം ദേവാലയത്തിൽ വന്ന് മാതാവിൻ്റെ കൊന്ത ചൊല്ലി അതിനുശേഷം ദിവ്യബലിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഓരോ ദിവസത്തെയും ദിനചര്യകൾ ആരംഭിക്കുന്നത്. ഇത് ഒരുപക്ഷെ എൻ്റെ മാതാപിതാക്കളും ഗുരുക്കന്മാരും എനിക്ക് പകർന്നു നൽകിയ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാനിതിനെ കാണുന്നു. 95 മുതൽ ഞാൻ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കോഴിക്കോട് രൂപതയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഈശോയോടുള്ള സ്നേഹം ഏറ്റവും അധികമായി വർദ്ധിപ്പിക്കുന്നതിന് നമ്മളുടെ പ്രാർത്ഥനയും അനുദിന ജീവിതത്തിലെ ദിവ്യബലിയോടൊപ്പമുള്ള ആരംഭവും എന്നും നമുക്ക് കൃപയായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എടുത്തു പറയത്തക്ക ഇത് ഞാൻ എൻ്റെ മകള് വിവാഹിതയായിട്ട് വിദേശത്തേക്ക് പോയി, ഹസ്ബൻഡിനൊപ്പം പോയി. കൊറോണ കാലഘട്ടത്തിലായിരുന്നു അങ്ങോട്ട് പോയത്. അവിടെ വെച്ച് അവൾക്ക് കൊറോണ ബാധിച്ചു. ഉടനെ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പം അവർക്കും ഭയങ്കര ടെൻഷൻ, നമുക്കും അറിഞ്ഞപ്പോൾ നമുക്കും ഭയങ്കര ടെൻഷൻ. ഉടനെ തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ കണ്ണൂരാണ് വിവാഹിത കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നുള്ളത്. എല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്ത് ചെയ്യും എന്നോർത്ത്. അങ്ങനെ അവിടെ നിന്ന് ഇവിടേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ സുഹൃത്ത് എന്ന് തന്നെ പറയാം, മറീന ഹോസ്പിറ്റലിലെ ഏലിയാമ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ മോള് നമ്മുടെ വീട്ടിലെത്തി. പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചു. ഡോക്ടറും സ്കാൻ ചെയ്തു. അതിലും ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് തന്നെയാണ് പറയണത്. അപ്പം ആകപ്പാടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. ഫസ്റ്റ് പ്രഗ്നൻസി ആണല്ലോ, എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചു. അന്നേരം അറിഞ്ഞ മുതൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട്. പിന്നെ അറിയുന്നവരെല്ലാവരോടും വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ ഒരു 3 ദിവസത്തെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ഉള്ള സമയം കണ്ടെത്താനാണെന്ന് തോന്നുന്നു. ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3-ാമത്തെ ദിവസം. അപ്പം ഈ ദിവസങ്ങളൊക്കെ ഞാൻ മോളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എൻ്റെ വായ കൊണ്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അബോർഷൻ എന്നുള്ളത്. കാരണം എൻ്റെ പരിചയത്തിലുള്ള വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ആദ്യമേ പറയുക, ഏറ്റവും ആദ്യം ഒരു കുഞ്ഞ്, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സമയം മാറ്റും. ആദ്യത്തെ കുഞ്ഞിനെ നമ്മൾ വേഗം തന്നെ സ്വീകരിക്കാൻ ഞാൻ തന്നെ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ തന്നെ എൻ്റെ മകളോട് ഇങ്ങനെ പറയേണ്ടി വന്നപ്പോഴുള്ള ഒരു സങ്കടം പക്ഷെ പറയാതെ തരവില്ലല്ലോ. അങ്ങനെ 3-ാമത്തെ ദിവസം വീണ്ടും സ്കാനിങ്ങിന് ചെല്ലുന്നു. ആ 3 ദിവസം നമ്മൾ എന്താ പറയുക, മരിച്ചു ജീവിച്ച പോലെയാണ്. 3-ാമത്തെ ദിവസം ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ സ്കാൻ ചെയ്യുന്നു. ആദ്യത്തെ സ്കാനിൽ തന്നെ എന്തോ ഒരു സംശയം, വീണ്ടും സ്കാൻ ചെയ്യാൻ പറയുന്നു. സ്കാൻ ചെയ്തു. ഡോക്ടർ തന്നെ അതിശയത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു, ഷീബ ദാ നോക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂടെ കാണിക്കുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ അന്ന് ഈ ഒരു വിഷമം ഉണ്ടായപ്പം ഞാനിങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഏതാന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, പിന്നെ എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തന്നാൽ
അമ്മയുടെ മുറ്റത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരും എന്നുള്ളത്. അങ്ങനെ മോളോടും പറഞ്ഞു. അങ്ങനെ മോള് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കാം, 3-ാം മാസത്തിൽ എല്ലാം സ്കാനിങ് നടന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, 2 ആഴ്ചത്തെ വളർച്ചക്കുറവ് ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണേലും 9 മാസം പൂർത്തിയായി, ഡെലിവറി ടൈം ആയി കഴിഞ്ഞു. അത് ഡെലിവറിയിൽ ലേശം ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാലും അന്നേരവും പുറത്തിരുന്ന് ഞങ്ങളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ച് അവസാനം ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് മാതാവ് തന്നു. മോൾക്ക് അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നു, മോൾക്കിപ്പോൾ 2 ആഴ്ചത്തെ വളർച്ച കൂടുതലായിട്ടാണ് തന്നിരിക്കുന്നത്. അവിടെ നടക്കുന്ന മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്, ഞങ്ങളെല്ലാവരും കാണുന്നത്. എന്തായാലും മോൾക്ക് ഇപ്പം 3 വയസ്സായി, മിടുക്കിയായിട്ട് മാതാവിൻ്റെ പാട്ടും പാടി മോള് നടക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ അവർ കുടുംബസമേതം വിദേശത്തുണ്ട്. ഞാൻ ഡോക്ടർ ടിൻഡു, മറീന ഹോസ്പിറ്റൽ അമ്പലയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ അമ്മയാണ് ഷീബ ടീച്ചറിൻ്റെ മകളെ നോക്കിയിട്ടുണ്ടായത്. അമ്മ ഷീബ ടീച്ചറിൻ്റെ മകള് പ്രഗ്നൻ്റ് ആയിരുന്നു, ഒരു 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം നോക്കുമ്പം ദുബായിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കണ്ടില്ല. അപ്പം അവർ പിന്നെ കണ്ണൂരിലാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പം അവിടേക്ക് കൊണ്ടുവന്ന് അവിടുന്നും സ്കാൻ നോക്കി. 8 വീക്സ് ആയിരുന്നു വേണ്ടത്. 8 വീക്സിൽ ജസ്റ്റ് ഒരു 7 വീക്ക് സാക്ക് കണ്ടു, പക്ഷേ ഫീറ്റസിനെ കണ്ടില്ല. ശരിക്കും ഞങ്ങളുടെ ഒരു ശാസ്ത്രീയപരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 7 വീക്ക് ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും ഒരു ഫീറ്റസിനെയും ഹാർട്ട് ബീറ്റും കറക്റ്റായിട്ട് കാണേണ്ട സമയമായിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ഇവിടെ വന്ന് സ്കാൻ നോക്കി. പേഷ്യൻ്റ് പക്ഷേ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഒന്ന് പ്രാർത്ഥിക്കാം എന്നെല്ലാം പറഞ്ഞു. ടീച്ചറാണെങ്കിൽ നല്ല മാതാവിൻ്റെ ഭക്തയാണ്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം സ്കാൻ നോക്കുന്ന സമയത്ത് ബേബീനെ കാണുകയും ചെയ്തു, ഹാർട്ട് ബീറ്റ് കാണുകയും ചെയ്തു. അത് വളരെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. ആ ബേബിക്ക് ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ഇടയ്ക്ക് വളർച്ചക്കുറവും കാര്യങ്ങളെല്ലാം വന്നു, എന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോർമലായിട്ട് ഡെലിവറി ആയി. ബേബിക്ക് ഇപ്പം 3 വയസ്സായി, നല്ല മിടുക്കിയായിട്ടുള്ള കുഞ്ഞാണ്. അത് ഞങ്ങൾക്കും ഇവിടെ ഹോസ്പിറ്റലിൽ വളരെ അത്ഭുതകരമായിട്ട് തോന്നി. രണ്ടായിരത്തി 2015 ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിലൊരു ആക്സിഡൻറ്റിൽ പെട്ടായിരുന്നു. കുറവിലങ്ങാട് മുത്തിയുടെ അടുത്ത് പോയ ഒരു സംഭവമായിരുന്നു അത്. ഫാമിലിയിൽ പുതിയൊരു വണ്ടി വാങ്ങിച്ചപ്പോൾ, കാറ് വാങ്ങിച്ചപ്പോൾ ആ കാറിൽ ഞങ്ങൾ 5 പേരും, ഞാനും ഹസ്ബൻഡും 3 മക്കളും, ഹസ്ബൻഡിൻ്റെ ചാച്ചനും കൂടി. ചാച്ചൻ്റെ നാട് കോട്ടയമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി. വൈകിട്ടാണ് യാത്ര തിരിച്ചത്. കാലടി എത്തിയപ്പോഴേക്കും വേറൊരു ലോറിക്ക് വെച്ച് അടിപ്പെട്ട് ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കൂടുതലായിട്ട് ഇഞ്ചുറി വന്നത് എനിക്കാണ്. ബാക്കി എല്ലാവർക്കും ചെറുതായിട്ടുണ്ടെങ്കിലും ചാച്ചനും ഞാനുമാണ് കുറച്ച് ഡീപ്പ് ഇഞ്ചുറി ആയത് മാറിയത്. അങ്ങനെ വലിയൊരു സംഭവമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന. ദൈവം നമ്മളെ കരുതുന്നു എന്ന് തന്നെ വലിയൊരു ഉദാഹരണവും ആയിരുന്നു ആ ഒരു ആക്സിഡൻറ്റ്. എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു 12 ദിവസം കിടന്നു. ഞാനൊരു 2 ദിവസം അബോധാവസ്ഥയിലായിരുന്നു. ഇങ്ങനെ തലയ്ക്കാണ് അടിപ്പെട്ടത്. നല്ല മുറിവായിരുന്നു. കൈ ഒടിഞ്ഞു. പിന്നെ ചാച്ചൻ്റെ നടുവിൽ എല്ല് പൊട്ടി. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ മോള്, 3-ാമത്തെ മോള്, 1.5 വയസ്സുള്ളൊരു മോള് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ല. കുഞ്ഞിന് ഒരു അപകടവും പറ്റിയില്ല എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം. മറ്റു 2 മക്കൾക്കും ചെറിയ അപകടങ്ങളുണ്ടായെങ്കിലും എന്തായാലും 2 ദിവസത്തിന് ശേഷം ഞാൻ ബോധം വന്നു. തലയിൽ നല്ല പോലെ മുറിവുണ്ടായിരുന്നു. 12 ദിവസം ഞങ്ങൾ അവിടെ കിടന്നു. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് വന്നു. ചാച്ചൻ വീൽ ചെയറിൽ ആയി. പിന്നെ ഹസ്ബൻഡിന് ചെറിയ മുറിവ്, അതൊക്കെ അങ്ങ് മാറി. ഞാനൊരു 3 മാസത്തെ ലീവിലായിരുന്നു സ്കൂളിൽ നിന്ന്.
എന്താണേലും ആ ഒരു അനുഭവം എല്ലാവരും വളരെ ഇപ്പോഴും ഞാൻ അതിൻ്റെ വിഷമങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അതൊരു വലിയ അനുഗ്രഹമായിട്ടൊരു സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് ഇപ്പം എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. കാരണം അതോടുകൂടി ഞാൻ മുഴുവനായിട്ടും തമ്പുരാനോട് ചേർന്ന്, ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള ഒരു ഫാമിലി ആയിട്ട് മാറി. കാരണം വലിയൊരു അപകടം എൻ്റെ 3 മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളാണ് അന്നത്തെ 2 ദിവസത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്ത്. മൂത്ത മോള് +1 പഠിക്കുന്നു, അന്നേരം ചെറിയ മോള് 4-ലാണോ 5-ലാണോന്ന് ഓർക്കുന്നില്ല. എന്തായാലും അന്നും ഞങ്ങൾക്ക് ഇത്രയും വലിയ അപകടം ഉണ്ടായെങ്കിൽ കൂടിയും തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കീശയിൽ 2 ലക്ഷത്തോളം രൂപ ബാക്കിയാണ്. അത് എങ്ങനെയാണെന്ന് എന്താ പറയുക, മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം, യേശുനാഥൻ്റെ വലിയൊരു കൃപ എന്നേ പറയാൻ കഴിയുള്ളൂ. അന്നത്തെ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. ഫാദർ ഫ്രാൻസിനെ ഞങ്ങൾ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇവിടുത്തെ ഈ തിരുഹൃദയ ദേവാലയം ഉണ്ടാക്കുകയും ഇതിൻ്റെ വികാരിയായിട്ടിരിക്കുകയും ഇവിടുന്ന് ഇരുന്ന് ഞങ്ങളുമായിട്ട് വളരെ ഒരു കുടുംബത്തിലെ ഒരു അംഗം എന്ന പോലെ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് വലിയൊരു സൗഹൃദമാണ്. എന്താണേലും ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ, നിനക്ക് മുമ്പേ നിന്റെ ദൂതനെ ഞാൻ അയക്കുമെന്നുള്ള കർത്താവിൻ്റെ വചനം പോലെ അച്ഛൻ അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവിടെ അന്ന് വല്ലാർപാടത്ത് പള്ളിയിൽ, അച്ഛൻ്റെ പള്ളിയിൽ നിന്ന് ആളുകളുമായിട്ട് ടൂർ പോയിരിക്കുകയാണ്. ഉടനെ അച്ഛൻ കുർബാനയ്ക്ക് ഒരുങ്ങുമായിരുന്നു എന്ന് പറയുന്നു. അപ്പം കുർബാനക്കുപ്പായും അവിടെ ഊരി വെച്ച് വണ്ടിയെടുത്ത് വേഗം വന്നു. അങ്ങനെ അച്ഛനാണ് ഞങ്ങൾക്ക് അന്ന് ഏറ്റവും അടുത്ത് ആ വലിയൊരു സംഭവത്തിൽ എൻ്റെ മക്കൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. അച്ഛൻ വന്നു. പിന്നീട് ഞങ്ങൾക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ പെട്ടെന്ന് ആരംഭിച്ചു. കാരണം പുതിയൊരു ആൾക്കാർ ഒരു പരിചയമില്ല ഞങ്ങൾക്ക് അവിടെ. അങ്ങനെ ചെന്ന് പെട്ടെന്ന് ഞങ്ങളെല്ലാവരെയും അച്ഛൻ്റെ ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് സർജറി ഒക്കെ നടന്നു. അങ്ങനെ അച്ഛൻ ഒരു ലെവലാവുന്നവരെ, ഏകദേശം എൻ്റെ മോൾക്കും പിന്നെ ഇവിടുന്ന് ആളുകൾ വരുന്ന സമയം വരെയും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളും എന്താ പറയുക, എൻ്റെ കുഞ്ഞൊക്കെ ആകെ രക്തത്തിൽ കുളിച്ചായിരുന്നുണ്ടായിരുന്നു. ചെറിയ മോൾ 1.5 വയസ്സേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് മാറിയിടാനുള്ള സ്നഗ്ഗി വരെ വാങ്ങിച്ചു കൊടുത്തത് അച്ഛനാണ്. അച്ഛൻ എൻ്റെ മൂത്ത മോളെയും കൊണ്ടുപോയി ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ഏർപ്പാടാക്കിയതിന് ശേഷമാണ് പോയത്. ഇന്നും അച്ഛൻ വാങ്ങിത്തന്ന ആ ഓരോ സാധനവും വളരെ ഡിവൈനായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പം ഇതെല്ലാ സംഭവങ്ങളും ദൈവത്തോട് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇപ്പോഴും ഞാൻ ആ പാട്ട് ഓർക്കും. പിന്നെ കെസ്റ്ററിൻ്റെ മനോഹരമായ പാട്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ എത്രത്തോളം എത്തിച്ച നല്ല ദൈവത്തിന് ഒരുപാട് നന്ദി എന്നുള്ളത്. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു അനുഭവം. അന്നേരമൊക്കെ അതിനുശേഷം ഞങ്ങൾ വലിയ ദൈവവും പിതാവും മാതാവുമായിട്ട് വളരെ അടുപ്പത്തിലായി. അതിനുശേഷം തുടർന്ന് വന്നപ്പോഴാണ് മോളുടെ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത്. കുഞ്ഞിൻ്റെ ഇതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തു. ആ ഒരു ആദ്യത്തെ 3 മാസക്കാലം നമ്മൾ മോളോടുള്ള നന്ദിയായിട്ട് മാതാവിനോട് ചേർന്ന് നിന്നു. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നടത്തി. ഞാൻ ഈ പള്ളിയിലെ വികാരിയച്ഛനാണ്. ഞാനിവിടെ വന്ന കാലം മുതൽ തന്നെ ഷീബ ടീച്ചറിനെ അറിയാൻ പരിചയമുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ദിവസങ്ങളിലും കുർബാനയ്ക്ക് വരാനായിട്ട് മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ മുഴുവനായിട്ടും കുർബാനയിൽ വന്ന് പങ്കുകൊള്ളുവാനും കുർബാന സ്വീകരിക്കുവാനും സമയാസമയങ്ങളിൽ കുമ്പസാരം കുർബാന സ്വീകരിക്കാനായിട്ടൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ടീച്ചറാണ്. ടീച്ചറിൻ്റെ കുടുംബവും ഈ ഇടവകയായിട്ടൊക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്നവരാണ്. ഭർത്താവ് മാഷാണ്. അദ്ദേഹവും റിട്ടയർ ആയതിനു ശേഷം എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ വരുന്നുണ്ട്. ടീച്ചറിൻ്റെ അപ്പൻ ഇവിടുത്തെ കപ്പ്യാർ ആണ്. പിന്നെ ആങ്ങളെ ഇവിടുത്തെ പാട്ടുകാരനാണ്. ടീച്ചറിൻ്റെ 2 പെൺമക്കൾ ഇവിടെ കൊയറിലുണ്ടായിരുന്നു. ഇപ്പോഴും ഒരാൾ പാടുന്നുണ്ട്. കുഞ്ഞുമോളുണ്ട്, അവളും എപ്പോഴും പള്ളിയിൽ വരുന്നുണ്ട് ഈ സ്കൂളില്ലാത്ത സമയത്തൊക്കെ. അങ്ങനെ പള്ളിയുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളിലും ഷീബ ടീച്ചറാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കാറ്റീസം ടീച്ചർ കൂടിയാണ്. അപ്പോൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വന്ന് സഹകരിക്കുകയും വളരെ ഭക്തിയോടുകൂടെ കുർബാനയിലേക്ക് പങ്കെടുത്ത് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെ പള്ളിയിലെ മറ്റു കാര്യങ്ങളിലെല്ലാത്തിലും വളരെ ഊർജ്ജസ്വലമായിട്ട് സംബന്ധിക്കുന്നു. പ്രത്യേകിച്ച് മാതാവിനോടുള്ള ഭക്തിയിലൊക്കെ ടീച്ചറിൻ്റെ കുടുംബം ഒരുപാട് വളർന്നു നിൽക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ, എൻ്റെ ബ്രസ്റ്റിൽ, റൈറ്റ് സൈഡിലെ ബ്രസ്റ്റിൽ ഒരു 2 ചെറിയ മുഴ പോലെ കാണപ്പെട്ടു. അപ്പോൾ അതിന് മുമ്പ് പിന്നെ എൻ്റെ 2 കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർക്കൊക്കെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ടീച്ചർക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ കൊന്തയും എണ്ണയൊക്കെ ടീച്ചർക്ക് കൊണ്ടു കൊടുത്തിരുന്നു. അങ്ങനെ ടീച്ചർ ഇന്ന് സൗഖ്യം പ്രാപിച്ച് പൂർവാധികം ശക്തിയോടെ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അത് എനിക്ക് പറയാവുന്ന, പേഴ്സണലി പറയുന്ന, ടീച്ചർക്ക് അതിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണ് ടീച്ചറുടെ സൗഖ്യമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തിലും അങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ടെൻഷനായി. മക്കള് 3 പെൺകുട്ടികളാണ്, എന്ത് ചെയ്യും, ഒരു ടെൻഷനുണ്ട്. ഇപ്പം ചുറ്റുപാടും ഇങ്ങനെയൊക്കെയാണല്ലോ കേൾക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു. മാതാവ് അപ്പം അച്ഛൻ്റെ ടോക്കിലൊക്കെ, ജോസഫ് അച്ഛൻ്റെ ടോക്കിലൊക്കെ ഇങ്ങനെ കേൾക്കാം, ഒന്ന് കഴിഞ്ഞ് ഒരു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അടുത്തതിൽ വീണ്ടും നമ്മുടെ വിശ്വാസം പരീക്ഷിക്കാനായിട്ട് വീണ്ടും ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇത് മാതാവിനോട് കാണിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരു 7 ദിവസം ശരിക്കും മാതാവിനോട് പിന്നെ പ്രാർത്ഥിച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് പത്രം കൊടുത്ത് ഒരു 7 ദിവസം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാന്നുള്ള തീരുമാനത്തിൽ. അതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും അന്ന് ഞാൻ തീരുമാനിച്ചു, പത്രം എന്തായാലും ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കും, എൻ്റെ ഒരു താല്പര്യത്തോടെ തന്നെ കൊടുക്കുന്നുള്ളത്. ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് വരണം. ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അദ്ദേഹം പുറത്തു നിന്നു. ജീവിതത്തിൽ എൻ്റെ സ്വന്തം പപ്പ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ഗവൺമെൻറ് ആശുപത്രിയിൽ അതൊരു അഹങ്കാരമായിട്ടൊന്നുമല്ല, ഒരു റിയാലിറ്റിയാണ്. ഞാൻ പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവിടെ കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറണം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും മാതാവിനെ കൂട്ടുപിടിച്ച് ഞാൻ അവിടെ ചെന്ന് മുറ്റത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിറയെ ആളുകളുണ്ട്. ആളുകളൊക്കെ 1-2 പേരൊക്കെ കുറേ പരിചയമുള്ളവരുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ എൻ്റെ മോളുടെ അനുഭവം പറഞ്ഞിട്ട് ഞാനിത് കൊടുത്തു, പത്രം കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ കയറി വാർഡിൽ എങ്ങനെയാണ് കയറേണ്ടത്, എല്ലാ സമയവും നമുക്ക് വാർഡിൽ കയറാൻ പറ്റില്ലല്ലോ. ഞാൻ പൈസ കൊടുത്തു, ടോക്കൺ എടുത്ത് കയറി. അവിടെ കയറി. അപ്പം കയറിയപ്പോൾ ഒരു ആണുങ്ങളുടെ വാർഡായിരുന്നു കയറാൻ പറ്റിയത്. ചെറുപ്പക്കാരായ പിള്ളേരൊക്കെ എന്തൊക്കെയോ അസുഖങ്ങളായിട്ട് അഡ്മിറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചെന്ന് ഞാനിങ്ങനെ എൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സങ്കടം കൊണ്ടാണ്. പക്ഷെ എനിക്ക് മാതാവിൻ്റെ കാര്യം ഇവരെ പറഞ്ഞ് ധരിപ്പിക്കണമല്ലോ. അന്യമതസ്ഥരായ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഒപ്പം ഒരു അമ്മയും ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടും ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരും ഇങ്ങനെ കേട്ടു. അപ്പം ഞാൻ ആദ്യമേ ഞാൻ ടീച്ചറാണ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കാരണം ആരാന്ന് പറയുന്ന ഒരു വിശ്വാസം വരണമെങ്കിൽ ഇങ്ങനെയും കൂടി വേണമല്ലോ എന്നോർത്ത്. അപ്പം ഞാനിത് കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ടോ എന്തോ അവരെന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾക്കും പോകണമായിരുന്നു അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ആ പിറ്റത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ അവരെ കൂടെ കൊണ്ടുപോയി കൃപാസനത്തിൽ എൻ്റെ ചിലവിൽ തന്നെ കൊണ്ടുപോയി. അവരുടെ കാര്യം നടന്നിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ് നടന്നിട്ടുണ്ടാവും. അങ്ങനെ അന്ന് വൈകുന്നേരം തിരിച്ചു വന്നു. വൈകുന്നേരം ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ പോയത്. വെള്ളിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ വൈകുന്നേരം ആരാധനയും കുർബാനയും ഒക്കെ ഉണ്ട്. ഞാൻ വന്നു. എന്തായാലും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊരു നിയമമുണ്ട് കൃപാസനത്തിൽ, ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് ഞാൻ കുമ്പസാരിക്കാൻ പുറകിലത്തെ ബെഞ്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ സംതൃപ്തിയും സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അന്ന് കൊണ്ടുപോയ പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു അവർക്ക്. അന്ന് രാവിലെയും ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ എൻ്റെ മുഴയിൽ. പക്ഷെ ഒരു മാറ്റവും കാണില്ല. 7-ാം ദിവസം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല. അന്നാണ് ഞാൻ ഈ പത്രം കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അന്ന് ഞാൻ പോയി വൈകുന്നേരം ഇവിടെ വന്നിരുന്നു എല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ മാതാവിൻ്റെ മുമ്പിൽ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ നിരത്തി വെച്ചു. അങ്ങനെ ഞാൻ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ആ പുറത്തെ ബെഞ്ചിലിരിക്കുന്നു. ആ 2 വാതിലിൻ്റെ ഇടയിലുള്ള ബെഞ്ചിലാണ് ഞാൻ ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ കണ്ണടച്ച് എൻ്റെ കുമ്പസാരത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു സുഗന്ധം. മുല്ലപ്പൂ മണമാണ് സാധാരണ മാതാവിന്, പക്ഷേ ഇത് മുല്ലപ്പൂ ആണോ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ടൊരു സുഗന്ധം ഇങ്ങനെ എന്നെ പൊതിഞ്ഞിങ്ങനെ ആ വഴി കൂടെ ഈ വഴി കൂടെ കടന്നു പോയ പോലെ. അപ്പം ഞാൻ ചുറ്റും പരതി ആരെങ്കിലും ഇരിക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊന്നും ആരുമില്ല. ആ ബാക്ക് സൈഡിലൊന്നും ആരുമില്ല. ഫ്രണ്ടിൽ ഞാൻ നോക്കി. എൻ്റെ പപ്പ ഇടയ്ക്ക് കുന്തിരിക്കം കത്തിച്ച് വെക്കാറുണ്ട്, അതൊന്നുമില്ല, പൂവ് ഒന്നുമില്ല. അപ്പം ഞാൻ റിയലൈസ് ചെയ്തു, ഇത് എന്നെ മാതാവ് ഇന്ന് ഞാൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളിലും മാതാവ് തൃപ്തയാണ് എന്നുള്ളത്. അങ്ങനെ വലിയൊരു സുഗന്ധാഭിഷേകം മാതാവിൻ്റെ എനിക്ക് ലഭിച്ചതായിട്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും.
അന്ന് അങ്ങനെ കുർബാന സ്വീകരിച്ചു തിരിച്ചു സന്തോഷമായി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ വീണ്ടും ഇതുപോലെ രാവിലത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ തൈലം എടുത്ത് തേക്കാൻ നോക്കുമ്പോൾ 2 മുഴയും അവിടെ ഇല്ല. 2ഉം അപ്രത്യക്ഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും പോയൊന്നുമില്ല. ഇതുവരെ ഒന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ അത് മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന ഇവിടെ വെച്ചാണ്. ഇവിടെ കാണുന്ന 2 രൂപങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ചിത്രങ്ങളാണ് മാതാവിൻ്റെ. ഒന്ന് ഞാൻ ദിവസവും എൻ്റെ കൂടെ നടക്കുന്ന കൃപാസന മാതാവ്, മറ്റത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 1ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വർഷാവസാനം എൻ്റെ ഒരു ക്ലാസ്സിലെ ഒരു മുസ്ലിം കുട്ടി കൊണ്ടുതന്ന ഒരു ഗിഫ്റ്റാണ് അത്. ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നു അതിനെ. കാരണം ഒരു അത്ഭുതമായിട്ടുകൂടി ഞാൻ കാണുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ മാതാവിൻ്റെ രൂപം. കാരണം ഞാൻ മാതാവിനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു രൂപം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമോ ഒരു അതിശയോ ഒരു അത്ഭുതമോ ഒക്കെ ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ നടന്ന ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിച്ച ഒരു അത്ഭുതം ഇതാണ്. എൻ്റെ അനിയത്തി, അവള് വിവാഹിതയാണ്, 2 മക്കളുണ്ട്. അനിയത്തിക്ക് ഒരു വീട് വേണമെന്ന് കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പയും അവളുടെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടി അത് അന്വേഷിച്ച് നടന്നിട്ടും ഒരു സ്യൂട്ടായിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഒരു സ്ഥലം അന്വേഷിച്ച് ചുള്ളിയോട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി. വീടും ഒരു കുഞ്ഞു വീടും ഒരു സ്ഥലവും അതിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തി നമ്മളത് അവൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുമ്പം എങ്ങനെ വന്നാലും അതിനൊരു തടസ്സമാണ്. ഒന്നുകിൽ നിയമപരമായിട്ട് ചില തടസ്സങ്ങൾ ഭയങ്കരമായിട്ട് വന്നു. അപ്പം അവസാന ഘട്ടമായപ്പോഴേക്കും അത് മാറേണ്ടി വരും. കാരണം മാനസികമായിട്ട് നമ്മൾ ആ വീടിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത ഒരു വീടായിരുന്നു. പക്ഷെ അത് എന്ത് ചെന്നാലും നമുക്കത് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ, പല തടസ്സങ്ങൾ. അപ്പം ഞാൻ പപ്പയോടും എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ മാതാവിൻ്റെ കാശുരൂപം, കൃപാസന മാതാവിൻ്റെ കാശുരൂപം അവിടെ കൊണ്ടുപോകും പപ്പ. പിന്നെ എന്നിട്ട് അവിടെ കൊണ്ടുപോയി അത് വിശുദ്ധമായ സ്ഥലത്ത് രൂപക്കൂടെ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അത് വെക്കുക. എന്നിട്ട് ചുറ്റും മാതാവിൻ്റെ ഉപ്പും ഒക്കെ ഇടാൻ പറഞ്ഞ് അങ്ങനെ അതുപോലെ അവർ ചെയ്തു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ആ വീട് എല്ലാ തടസ്സങ്ങളും മാറി, നിയമപരമായിട്ടൊരു തടസ്സങ്ങൾ ഉണ്ടായിരുന്ന എല്ലാം മാറി. നമുക്ക് ആ വീട് എടുക്കാനും അവൾക്ക് എടുത്തു കൊടുക്കാനും അവരിപ്പോൾ അവിടെ വളരെ സന്തോഷപൂർവ്വം ജീവിച്ച് വരുന്നു. ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കത് കൈവിട്ട് പോയി എന്ന് തോന്നിയ ഒരു സംഭവമായിരുന്നു. പക്ഷെ മാതാവ് അത് എങ്ങനെയൊക്കെ ഇടപെട്ടു എന്നുള്ളതാണ്. ഉദ്യോഗതലത്തിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മാതാവ് ഇടപെട്ട് അത് നമുക്കായിട്ട് നേടിത്തന്നു. അവരിപ്പോൾ ആ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവിടെ പുറത്തിറങ്ങി പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ഈ അമ്മയെ വണങ്ങിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. ഫാദർ മെജോ ജോസിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് നമ്മളിങ്ങനെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടോ ഇവിടെ സ്ഥാപിച്ചത്. അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് വരെ എൻ്റെ അനുഭവത്തിൽ യാതൊരു കാര്യവും നമുക്ക് കിട്ടാതിരുന്നിട്ടില്ല. ഏത് വിഷമ അവസ്ഥയിലും അമ്മയോട് നമ്മൾ യാചിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അമ്മ അത് തിരുക്കുമാരിൽ നിന്ന് നമുക്കത് നേടിത്തരും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. അതായത് ഒരു കൊച്ചു കുഞ്ഞിനോട് ആകാശത്തുള്ള അമ്പിളിമാമനെ പിടിച്ചു തരാം എന്ന് പറയുന്നത് പോലെ ഞാൻ ദൈവത്തിലും അമ്മയിലും വിശ്വസിക്കുന്നു. അത്ര അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം, അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉണ്ടാവണം. അതാണ് ഒരു കുഞ്ഞിൻ്റെ പോലെയുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോടൊപ്പം അമ്മയും തിരുക്കുമാരനും ഉണ്ടാവും എന്നുള്ളതിന് ഉറപ്പാണ് എൻ്റെ ജീവിതം. പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ ജീവിതകാലത്ത് ജീവിതാവസാനം വരെയും ഇത് തന്നെ തുടരാനാണ്, അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ജീവിതം.